ആരിഫ് ഹുസൈന്റെ ലോജിക്ക് അനുസരിച്ചിട്ട് യേശുക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം യേശുക്രിസ്തുവിന്റെ ജീവചരിത്രം എഴുതിയ യേശുക്രിസ്തുവിന്റെ കൂടെ നടന്ന ഈ അപ്പോസ്തലന്മാർ ആ എഴുതിയ ജീവചരിത്രം യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങളല്ല, അത് വിശ്വസിക്കാനും പറ്റില്ല. അതിന്റെ കാരണം യേശുക്രിസ്തു അത് കണ്ടിട്ടില്ല. പുതിയ നിയമം യേശുക്രിസ്തു കണ്ടിട്ടില്ല. ശരിയാണ്, യേശുക്രിസ്തു മരിച്ചതിന് ശേഷമാണ് പുതിയ നിയമം യേശുക്രിസ്തു കണ്ടിട്ടുണ്ടെന്ന് ഒരു ക്രിസ്ത്യാനിയും ഇന്നുവരെ പറഞ്ഞിട്ടില്ല, വിശ്വസിക്കുന്നില്ല. കാര്യം എന്തുകൊണ്ടാണ്? യേശുക്രിസ്തു യേശുക്രിസ്തു AD 30 മരിക്കുന്ന ഒരാളാണ്. പുതിയ നിയമം എഴുതപ്പെടുന്നത് AD 40 ശേഷമാണ്. പുതിയ നിയമത്തിന്റെ അവസാന ഗ്രന്ഥം എഴുതപ്പെടുന്നത് AD 90 ഇതൊക്കെ യേശുക്രിസ്തു മരിച്ചതിന് ശേഷമാണ് കൃത്യമായ ചരിത്ര തെളിവോടുകൂടെ ക്രിസ്ത്യാനികൾ പഠിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ലോജിക്ക് അനുസരിച്ചിട്ട് യേശുക്രിസ്തു മരിച്ച ശേഷം എഴുതിയ പുസ്തകം യേശുക്രിസ്തു കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ കള്ളത്തരമാണ്, വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ വാജ്പേയി മരിച്ചതിന് ശേഷം വാജ്പേയി മരിച്ചു എന്നുള്ള ന്യൂസ് വാജ്പേയി കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ വാജ്പേയി മരിച്ചു എന്നുള്ളത് തെറ്റാണ്, വാജ്പേയി മരിച്ചിട്ടില്ല, ഇന്നും പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുന്നതാണ് വിചാരം. സത്യം പറയാലോ, ഈ എക്സ് മുസ്ലിംസ് പലരും എന്തുകൊണ്ടാണ് നിരീശ്വരവാദികളാകുന്നത് എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. ഇപ്പം മാറി. ഇവർ മദ്രസ പൊട്ടന്മാർ എന്ന് നമ്മൾ ഇദ്ദേഹം തന്നെ പലപ്പോഴും മുസ്ലിങ്ങൾ വിളിക്കാറുണ്ട്, മദ്രസ പൊട്ടന്മാർ. അതിലെ മദ്രസ മാത്രമേ ഇവർക്ക് മാറിയിട്ടുള്ളൂ, ഇപ്പോഴും പൊട്ടന്മാർ തന്നെ. അതുകൊണ്ടാണ് നിരീശ്വരവാദികളായിട്ട് തുടരുന്നത്. മദ്രസ പൊട്ടന്മാരായിട്ട് നിന്നിരുന്നെങ്കിൽ ഇന്നും മുസ്ലിമായിട്ട് നിന്നേ. അതിലെ മദ്രസ മാത്രം മാറിക്കഴിഞ്ഞാൽ ഇവർ നിരീശ്വരവാദികളാവും. പൊട്ടന്മാരും കൂടെ മാറണം നല്ലതായിട്ടൊരു ക്രിസ്ത്യാനി ആവണമെങ്കിൽ. മനസ്സിലായോ? അതായത് ചിന്തിക്കാനുള്ള ശേഷി കുറച്ചെങ്കിലും ഉണ്ടായാൽ മാത്രമേ ഒരാൾക്കൊരു ക്രിസ്ത്യാനിയാകാൻ സാധിക്കുള്ളൂ